Hello friends, welcome to Electron College. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ആക്ച്വലി പുതിയ കോഴ്സായിട്ടാണ് വരുന്നത്. ഓക്കെ, നമ്മളൊരു പുതിയ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്കിന്ന് പറയാനായിട്ട് ഉള്ളത്. ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് DC മെഷീൻസ് ആണ്. ഓക്കെ, DC മെഷീൻസ് ആണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടോപ്പിക്ക്. അതിന് ഒട്ടേറെ കാര്യങ്ങളെന്ന് വെച്ചാൽ കൂടുതൽ ചോദ്യങ്ങൾ മെഷീനുകളിൽ നിന്ന് വരുന്നത് നമ്മുടെ DC മെഷീൻ. AC മെഷീൻസിന് വരും. AC മെഷീൻസിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. DC മെഷീനിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്ക് വളരെയധികം റിലവൻറ്റും വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളതുമാണ്. ഓക്കെ, ഇപ്പോൾ DC മെഷീൻസ്, നമ്മളെ മെഷീൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെഷീൻസ് രണ്ട് തരത്തിലാണുള്ളത് അല്ലേ. മെഷീൻസ് രണ്ട് തരത്തിലാണ് വരുന്നത്. ഒന്ന് AC മെഷീനുകളും മറ്റൊന്ന് DC മെഷീനുകളും. അപ്പോൾ AC മെഷീനുകളിലായിരുന്നു നമ്മൾ ബാക്കിയുള്ള മെഷീൻ, ട്രാൻസ്ഫോമർ ആയാലും നമ്മുടെ ഇൻഡക്ഷൻ മെഷീൻ, സിംഗിളസ് മെഷീൻ മുതലായ കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെയാണ് പഠിച്ചത് അല്ലേ. ഇനി അതിൻ്റെ നേരെ തിരിച്ച് നമ്മൾ DCയിലേക്ക് വരുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളതാണ് നമ്മുടെ DC ജനറേറ്ററും അതുപോലെ തന്നെ DC മോട്ടോർ. ശരിയല്ലേ? അപ്പം അതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, കടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ DC മെഷീൻസ് കമ്പയർഡ് ടു AC മെഷീൻസ്, ഇതിൻ്റെ പ്രിൻസിപ്പിളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണിത്. ഓക്കെ, കൂടുതലും കൺസെപ്റ്റ് വലിയ തോതിലുള്ള കൺസെപ്റ്റ് കുറവാണ്. ബട്ട് കുറച്ച് ടൈപ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ ചർച്ച ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പം ഞാൻ ബേസിക്സിൽ ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെ ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് വി ആർ ഹാവിങ് ടു ടൈപ്സ് ഓഫ് EMF. ശരിയല്ലേ? നമുക്ക് രണ്ട് ടൈപ്പ് EMFകളാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ദർ ആർ ടു പോസിബിലിറ്റീസ് അല്ലേ. രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട് എന്തിന്, നമുക്ക് EMF ജനറേഷൻ. ആ രണ്ട് പോസിബിലിറ്റീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേതൊക്കെയാണ്? ഇറ്റ് ഈസ് റിലേറ്റീവ് സ്പേസ് വേരിയേഷനും അറ്റ് ദ സെയിം ടൈം റിലേറ്റീവ് ടൈം വേരിയേഷനും. ശരിയല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ റിക്വയർമെൻറ്റ്സ് ടു ജനറേറ്റ് EMF. റിക്വയർമെൻറ്റ്സ് ടു ജനറേറ്റ് EMF ജനറേറ്റ് ചെയ്യാനുള്ള കണ്ടീഷനുകൾ എന്തൊക്കെ എന്നിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പറയേണ്ടത് അവിടെ എന്ത് വേണം, ദർ ഷുഡ് ബി എ സെറ്റ് ഓഫ് കണ്ടക്ടേഴ്സ്. ഒരു സെറ്റ് ഓഫ് കണ്ടക്ടേഴ്സ് അവിടെ നിർബന്ധമായിട്ടും വേണം. രണ്ടാമതായിട്ട് അവിടെ വേണ്ടത് ദർ ഷുഡ് ബി എ മാഗ്നറ്റിക് ഫീൽഡ്. ശരിയല്ലേ? ഇങ്ങനെ രണ്ടെണ്ണം വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. ദർ ഷുഡ് ബി സം റിലേറ്റീവ് മോഷൻ. അവിടെ റിലേറ്റീവ് ചേഞ്ച് സംഭവിക്കണം ഇത് തമ്മിൽ, സെറ്റ് ഓഫ് കണ്ടക്ടേഴ്സും നമ്മൾ മാഗ്നറ്റിക് ഫീൽഡും. അതായത് റിലേറ്റീവ് മോഷൻ, റിലേറ്റീവ് വേരിയേഷൻ രണ്ട് തരത്തിലുണ്ട്. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്, റിലേറ്റീവ് സ്പേസും റിലേറ്റീവ് ടൈം. ഈ റിലേറ്റീവ് ടൈം വേരിയേഷൻ എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് EMF ആണ് ജനറേറ്റ് ചെയ്യുന്നത്? സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFഉം ഇവിടെ ഇത് എന്താണ്, ഇതൊരു ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആണ് ഇവിടെ ഉണ്ടാവുന്നത്. ശരിയല്ലേ? ഇതിൻ്റെ കാരണക്കാർ എന്തൊക്കെയാണ് നമ്മൾ തേടി പോയപ്പോൾ നമുക്ക് മനസ്സിലായി. ഇവിടെ ഫ്ലക്സ് ലിങ്കേജ് ആണ് ഹാപ്പൻ ചെയ്യുന്നത്. whereas in dynamically induced EMF ഫ്ലക്സ് കട്ടിങ് ഈസ് ഹാപ്പനിങ്. ശരിയാണല്ലോ? ഈ ഫ്ലക്സ് ലിങ്കേജ് അല്ലെങ്കിൽ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF കൊണ്ടുണ്ടാവുന്നത് അതിൻ്റെ എക്സാമ്പിൾ അല്ല, ഞാൻ അതിൻ്റെ ടൈപ്പുകൾ പറയാം. നമ്മൾ ഈ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFൻ്റെ രണ്ട് ടൈപ്പുകളാണ് ഏതൊക്കെ, നമ്മുടെ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMFഉം അതുപോലെ തന്നെ നമ്മുടെ മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് EMFഉം. ശരിയല്ലേ? ഈ മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് EMF കൊണ്ട് വർക്ക് ചെയ്യുന്ന മെഷീനാണ് നമ്മുടെ ട്രാൻസ്ഫോമർ. ശരിയല്ലേ? അപ്പം ബാക്കി എല്ലാ സാധനങ്ങളും ഇവിടെ വരുന്ന ജനറേറ്റർ, മോട്ടർ മുതലായ എല്ലാത്തിൻ്റെയും ബേസിക് പ്രിൻസിപ്പിൾ നമ്മൾ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആണ് അല്ലേ. ഈ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുമ്പോൾ തന്നെ
ഈ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? അത് നമ്മുടെ ഫ്ലക്സ് കട്ടിങ് അല്ലേ. ഫ്ലക്സ് കട്ടിങ് ഹാപ്പൻ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് ഫ്ലക്സ് കട്ട് ചെയ്യണം, ഫ്ലക്സ് കട്ടിങ് ഹാപ്പൻ ചെയ്യണം. നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ കേസിൽ ഫ്ലക്സ് ലിങ്കേജ് ആണ്, ഒരു കോയിലിൽ ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സിനെ കുറിച്ച് മാത്രമേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ. അത് ട്രാൻസ്ഫോമറിൽ മാത്രമേ നമ്മൾ പറഞ്ഞിരുന്നുള്ളൂ. അതായത് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ്, മോഷൻ ഇല്ല. പക്ഷെ നമ്മൾ ഡൈനാമിക്കലി പറയുന്ന എല്ലാത്തിനും എന്തുണ്ട്? മോഷൻ ഉണ്ട്. മോഷൻ ഹാപ്പൻസ്, റിയലി ദിസ് മോഷൻ ഹാപ്പൻസ് ഇൻ ദ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ മോഷൻ ഹാപ്പൻ ചെയ്യുന്ന ജനറേറ്റർ ആയാലും മോട്ടർ ആയാലും വാട്ട് ഈസ് ആക്ച്വലി ആയാലും ഫ്ലക്സ് കട്ട് ചെയ്യുവാണ്. എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്? ആദ്യം നിങ്ങളുടെ കണ്ടക്ടർ സ്റ്റേഷനറി ആയിരിക്കും, എന്നിട്ട് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും? കട്ട് ചെയ്യും. അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റേഷനറി ആയിരിക്കും, എന്നിട്ട് എന്ത് ചെയ്യും? കണ്ടക്ടേഴ്സ് എന്ത് ചെയ്യും? കട്ട് ചെയ്യും. ഇതാണ് ജനറലി സംഭവിക്കുന്ന കാര്യങ്ങൾ അല്ലെ. അപ്പൊ ഈ ഫ്ലക്സ് കട്ടിങ് എന്ന ഫിനോമിനൻ നടന്നുകൊണ്ട് വർക്ക് ചെയ്യുന്ന സാധനങ്ങളാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ മെഷീൻ, ജനറേറ്റർ ആയാലും മോട്ടർ ആയാലും. അത് പല മെഷീനിൽ പല ടൈപ്പാണ്. അതാണ് നമ്മൾ എ സി മെഷീനും ഇൻഡക്ഷൻ മെഷീനും സിംഗിളസ് മെഷീനൊക്കെ നമ്മൾ വിശദമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ നോക്കിയത് അല്ലേ. ഇതിന്റെ വേറൊരു തരത്തിലുള്ള വളരെ സിമ്പിളായിട്ട് ഫ്ലക്സ് കട്ടിങ്ങിനെ കുറിച്ച് പറയുന്ന ടോപ്പിക്കാണ് നമ്മളെ ഡി സി മെഷീനുകളിൽ വരുന്നത്. അവിടെയും പിന്നെയും വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു എ സി മെഷീനിൽ. എന്താണ്? അവിടെ സ്പീഡിനെ കുറിച്ചൊരു ചർച്ച ഉണ്ടായിരുന്നു. അതായത് ആ മെഷീനുകൾ ഏത് സ്പീഡിൽ കറങ്ങണം. ഇപ്പോൾ സപ്പോസ് സിംഗണസ് മെഷീൻ ആണെങ്കിൽ സിംഗണസ് സ്പീഡിൽ കറങ്ങണം, ഇൻഡക്ഷൻ മെഷീൻ ആണെങ്കിൽ സിംഗണസ് സ്പീഡിൽ കറങ്ങാൻ പാടില്ല, NR ലെസ് ദാൻ NS ആയിരിക്കണം ഇൻഡക്ഷൻ മോട്ടറിന്റെ കേസിൽ അല്ലെ. ഇങ്ങനത്തെ സ്പീഡിന്റെ ചർച്ചകൾ ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നവും വരുന്നില്ല. ഇവിടെ ഇ എം എഫിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അതായത് നമ്മളെ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എങ്ങനെ ഉണ്ടാവുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അവിടെ ഫ്ലക്സ് കട്ടിങ് നടക്കുന്നു. ശരി, ആ ഫ്ലക്സ് കട്ടിങ് എങ്ങനെ നടക്കുന്നു മാത്രമേ നമ്മൾ അറിയേണ്ട ആവശ്യമുള്ളൂ. വളരെ ഈസിയാണ്, മനസ്സിലായി. ഫ്ലക്സ് കട്ടിങ്ങിനെ കുറിച്ച് മാത്രമേ നമുക്ക് എവിടെ പഠിക്കാനുള്ളൂ? നമ്മളെ ഡി സി മെഷീനുകളിൽ പഠിക്കാനുള്ളൂ. അല്ലാതെ അത് ഏത് സ്പീഡിൽ കറങ്ങുന്നു അങ്ങനത്തെ ഒരു കാര്യങ്ങളും പഠിക്കാനില്ല, മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ആദ്യം എ സി മെഷീനുകളെടുത്ത് ഡി സി മെഷീനിലേക്ക് വരുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് സ്പീഡിൽ കാര്യങ്ങൾ അനലൈസ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഈ ഡി സി മെഷീനുകളുടെ ഒക്കെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നത്തിങ് ബട്ട് ഫാരഡേസ് ലോ തന്നെയാണ്. എന്താണ് ഫാരഡേസ് ലോ എന്ന് പറയുന്നത്? whenever a conductor cuts the magnetic field and EMF is induced in that conductor, ആ കണ്ടക്ടറിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഇതാണ് ഫാരഡേസ് ലോ. ഇതാണ് നമ്മുടെ ഡി സി മെഷീനുകളുടെയും പ്രൈമറി ആയിട്ട് പഠിക്കാനുള്ള പ്രിൻസിപ്പിൾ. വേറെ ഒന്നും ഇതിൽ പഠിക്കാനില്ല. നമ്മൾ EMF ഇൻഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യം മാത്രമേ നമുക്കിവിടെ അനലൈസ് ചെയ്യാനുള്ളൂ. അത് എങ്ങനെയാണെന്ന് ഞാൻ ചെറിയൊരു എക്സാമ്പിളിലൂടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, ഫ്ലക്സ് കട്ടിങ് മാത്രമേ നമ്മൾ എവിടെ പഠിക്കുന്നുള്ളൂ? നമ്മൾ ഡി സി മെഷീനുകളിൽ നമ്മൾ പഠിക്കുന്നതായിട്ട് ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിയാനുള്ള ഒരു കാര്യം. ഇനി നമുക്ക് ആ ഫ്ലക്സ് കട്ടിങ് എങ്ങനെ ഹാപ്പൻ ചെയ്യുന്നത് നോക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അതിൻ്റെ കൺസ്ട്രക്ഷനും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? മൂവ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ്ലി നമുക്ക് പറഞ്ഞ് രണ്ട് ടൈപ്പാണ്. അതായത് ഡി സി മെഷീൻ രണ്ട് ടൈപ്പാണ്. ഡി സി ജനറേറ്ററും ഉണ്ട്, നമ്മൾ അതുപോലെ തന്നെ ഡി സി മോട്ടറും ഉണ്ട്. ഡി സി ജനറേറ്ററും ഉണ്ട്, അതുപോലെ തന്നെ ഡി സി മോട്ടറും ഉണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻസിപ്പിളുകൾ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ദെൻ സിമ്പിളായിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ പ്രിൻസിപ്പിളിലേക്ക് നമുക്ക് കടക്കാം. ഇഫ് സപ്പോസ് ഞാൻ നമ്മുടെ കണ്ടക്ടറിനെ, നമ്മുടെ കോയിലിനെ ഒരു സിംഗിൾ ലൂപ്പാണ് ഇത് ആക്ച്വലി വരയ്ക്കുന്നത്. ഓക്കെ, ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഓക്കെ, ഇത് നമ്മൾ വേണ്ട മാഗ്നറ്റിക് പോളുകൾ നോർത്ത് സൗത്ത്. നമ്മുടെ കോയിലിൻ്റെ ഇതിലെ നമ്മളീ പറഞ്ഞ ഫീൽഡ് കട്ടിങ് നടക്കുന്നു. ഓക്കെ, ഫിഗർ ചെറിയൊരു മാറ്റം വരുത്താം.
നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഫിഗർ നമുക്ക് നോട്ട് ചെയ്യാം. ഇതായിരിക്കും കുറച്ചും കൂടി എക്സ്പ്ലനേറ്ററി ആക്കാൻ പറ്റുന്നൊരു ഫിഗർ. നിങ്ങൾ ജസ്റ്റ് ഡ്രോ ചെയ്യുക. എക്സാക്ട് സർക്കിൾ വേണം ഞാൻ വരയ്ക്കും, ഇങ്ങനെ ആയി പോകുന്നതാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, നോർത്ത് സൗത്ത് പോളുകൾ, ബാക്കിയുള്ള പോയിൻറ്റ്സ് നിങ്ങൾ പോയിൻറ്റ്സ് മാത്രം നോട്ട് ചെയ്താൽ മതി. ഞാൻ ഇത് വരച്ചതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ നോക്കണ്ട. ഫസ്റ്റ് പോയിൻറ്റ്സ് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റിയാൽ മതി. ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി, ഈ 4 എഡ്ജുകൾ. ഓക്കെ, ഇനി ബാക്കി ഞാൻ പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് തരാം. ഇത് 8, ഇത് 7, ദിസ് ഈസ് 1, this is 2, this is 3, this is 4, 5, 6. ഓക്കെ, നോർത്ത് സൗത്ത് പോൾ ഉണ്ട്. ആ നോർത്ത് സൗത്ത് പോളിന് ഫ്ലക്സ് കട്ട് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം അതിൻ്റെ നമ്മൾ മാഗ്നറ്റിക് പോളുകളും കുറച്ച് കട്ട് ചെയ്യും. ഇത് ഇങ്ങോട്ടേക്കാണ് ഫീൽഡ് ഓഫ് റൊട്ടേഷൻ. ഓക്കെ, റൊട്ടേഷൻ ഇങ്ങോട്ടേക്കാണ്. ഇത് നിങ്ങൾ കുറച്ച് വൃത്തിക്ക് വരക്കണം. ഈ നോർത്ത് സൗത്ത് ഞാൻ വലുതാക്കി വരച്ചുകൊണ്ടാണ് ഇനിയിപ്പോൾ മാറ്റി വരക്കുന്നില്ല, ടൈം വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ ആ അറ്റ്ലീസ്റ്റ് ആ ഫിഗറുകൾ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ പോയിന്റ്സ് ഒന്ന് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്താൽ മതിയാവും. ഓക്കെ, ഫസ്റ്റ്ലി നമ്മളൊരു കോയിലുണ്ട്, ABCD കോയിൽ. അപ്പോൾ വി ആർ ടേക്കിംഗ് എ സിംഗിൾ ടേൺ കോയിൽ ABCD. ഇത് ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുവാണ്. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഒരു കോൺസ്റ്റന്റ് സ്പീഡിൽ ഉണ്ട്. ഓക്കെ, അപ്പം ഈ ലൂപ്പ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള ഫ്ലക്സ് ലിങ്ക് ചെയ്യുന്ന കോയിൽ സൈഡുകൾ, ഈ കോയിൽ സൈഡുകൾ എന്ന് പറയുന്നത് ABനെയും CDനെയാണ് നമ്മൾ കോയിൽ സൈഡുകൾ എന്ന് പറയാം. AB ആൻഡ് CD ആർ യുവർ കോയിൽ സൈഡ്സ്. ഓക്കെ, ഇതിങ്ങനെ ചേഞ്ച് ചെയ്യും, കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അങ്ങനെ കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് EMF എന്ത് ചെയ്യുന്നത്, അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ EMF ഇൻഡ്യൂസ് ചെയ്യും. അപ്പം ഒരു സൈഡിലൊരു കോയിലിൻ്റെ ഒരു സമയത്ത് ഒരു കോയിൽ ഇപ്പം നോർത്ത് പോളിന് ഇൻഫ്ലുവൻസിൽ അല്ലെങ്കിൽ അതർ കോയിൽ സൈഡ് ഇതിൻ്റെ ഇൻഫ്ലുവൻസിലായിരിക്കും സൗത്ത് പോളിൽ. ഇനി തിരിച്ച് ആ റൊട്ടേഷൻ കഴിയുമ്പോൾ തിരിച്ചെന്താവും, AB സൗത്ത് പോളിന്റെ ഇൻഫ്ലുവൻസിലാവും, CD നോർത്ത് പോളിന്റെ ഇൻഫ്ലുവൻസ്. അങ്ങനെ തിരിച്ച് ഇങ്ങനെ റൊട്ടേഷൻ ഹാപ്പൻ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ റൊട്ടേഷൻ ഹാപ്പൻ ചെയ്യുന്ന സമയത്ത് ഓരോ സമയത്തും ഓരോ എഫക്റ്റുകൾ അല്ലെങ്കിൽ ആ റൊട്ടേഷൻ സമയത്ത് ഹാപ്പൻ ചെയ്യുന്ന മാറ്റം ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ പൊസിഷൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത് ഗൈസ്. ആ പൊസിഷൻസ് ആണ് ഞാൻ അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. 1 2 3 4 എന്നൊക്കെ പറഞ്ഞു. ഫസ്റ്റ് പൊസിഷൻ നമ്പർ 1 ഇവിടെ കാണിച്ചിരിക്കുന്നത് നമ്പർ 1. ഇവിടെ EMF ജനറേഷൻ ഉണ്ടാവുമോ ഇല്ലയോ? സിമ്പിൾ ചോദ്യം. കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക. പൊസിഷൻ നമ്പർ 1 EMF ജനറേഷൻ ഉണ്ടാവുമോ ഇല്ലയോ? ഇവിടെ EMF ജനറേഷൻ ഹാപ്പൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? എന്തെങ്കിലും ഒരു റിലേറ്റീവ് വേരിയേഷൻ ഹാപ്പൻ ചെയ്യണം, അല്ലെ? അതായത് നമ്മളൊരു റിലേറ്റീവ് വേരിയേഷൻ ഫ്ലക്സ് കട്ടിംഗ് ആണ്. ഇവിടെ ഫ്ലക്സ് കട്ടിംഗ് നടക്കുന്നുണ്ടോ? അതായത് നമ്മൾ ഫ്ലക്സ് കട്ടിംഗ് നടക്കണമെങ്കിൽ നമ്മുടെ കോയിൽ സൈഡുകൾ എവിടെയെങ്കിലും കട്ട് ചെയ്യണം. ആ ഫീൽഡിൽ എവിടെയെങ്കിലും നമ്മുടെ കോയിൽ സൈഡുകളായ ABയോ CDയോ കട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഫ്ലക്സ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു വേരിയേഷൻ അറ്റ്ലീസ്റ്റ് നമ്മുടെ പോൾസ് എങ്കിലും കട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ വേരിയേഷൻ വരുന്നുള്ളൂ. ഇവിടെ ഫസ്റ്റ് പോയിന്റിൽ എന്തെങ്കിലും ഒരു കോയിൽ സൈഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കട്ടിങ് നടക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ ഒരു സാധനമില്ല. ഇത് ഐഡിയൽ ആയിട്ട് നിൽക്കുമല്ലേ, ഫീൽഡ് ഐഡിയൽ ആയിട്ട് നിൽക്കുമല്ലേ. അതായത് ഈ ഫസ്റ്റ് പൊസിഷനിൽ എന്താണ് ജനറേറ്റഡ് EMF എന്താണ്? ജനറേറ്റഡ് EMF ഈസ് 0 അല്ലെ. അതിന്റെ കാരണം എന്താ? ABയും CDയും ആർ കട്ടിങ് നോ ഫ്ലക്സ്. ഒരു ഫ്ലക്സിനെയും എന്ത് ചെയ്യുന്നില്ല, കട്ട് ചെയ്യുന്നില്ല. പക്ഷെ അവ പാരലലി എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ. പാരലലി ആണ് മൂവ് ചെയ്യുന്നത്. നമ്മൾ AB കോയിലിന്റെ പാരലലി ആണ് മൂവ് ചെയ്യുന്നത്. പക്ഷെ ജനറേറ്റഡ് EMF ഉണ്ടോ? ഇല്ല.
ശരിയല്ലേ? ഇനി രണ്ടാമത്തെ നോക്കൂ, രണ്ടാമത്തെ പൊസിഷനിൽ നമ്മുടെ കോയിൽ സൈഡ് ഈ ഫ്ലക്സിനെ ഒരു ആംഗിളിലാണ് മൂവ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ നോക്കുക, ഈ CD എന്ന് പറയുന്ന ഈ കോയിൽ സൈഡ് നമ്മളൊരു ചെറിയൊരു ആംഗിളിൽ ഇവിടെ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലക്സ് കട്ടിങ് നടക്കുന്നുണ്ട്, ഈ പോളിൽ കട്ട് ചെയ്യുന്നുണ്ട്, ശരിയല്ലേ? അപ്പോൾ പക്ഷെ അത് ചെറിയൊരു ആംഗിളിൽ മാത്രമേ നടക്കുന്നുള്ളൂ. അതായത് അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നുള്ളൂ വളരെ ലോ EMF അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലോ EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദാറ്റ് പോയിന്റ്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ പോയിന്റ് നോക്കൂ. മൂന്നാമത്തെ പോയിന്റിലാണ് ക്ലിയർ ആയിട്ട് ഈ കോയിൽ സൈഡ് CD എന്ത് ചെയ്യുന്നത്, ഫ്ലക്സിനെ ക്ലിയർ ആയിട്ട് കട്ട് ചെയ്യുന്നത്. കാണുന്നില്ല നിങ്ങൾ, ഫ്ലക്സിനെ ക്ലിയർ ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ കോയിൽ സൈഡ് CD ഈസ് കട്ടിങ് ദ ഫ്ലക്സ് അറ്റ് റൈറ്റ് ആംഗിളിൽ ക്ലിയർ ആയിട്ട് റൈറ്റ് ആംഗിൾ ഇങ്ങനെ കറക്റ്റ്, ഇതിങ്ങനെയല്ല വരച്ചോളല്ല, കറക്റ്റ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. അങ്ങനെ കറക്റ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ ഉണ്ടാകുന്ന EMF എന്തായിരിക്കും? അങ്ങനെ കറക്റ്റ് കട്ടിങ് ആംഗിൾ 90 ഡിഗ്രിയിൽ കട്ട് ചെയ്യുമ്പോൾ അവിടെ ജനറേറ്റ് ചെയ്യുന്ന EMF എന്തായിരിക്കും? ഇറ്റ് വിൽ ബി മാക്സിമം മാക്സിമം റേറ്റിൽ ഫ്ലക്സ് കട്ടിങ് അവിടെ ഹാപ്പൻ ചെയ്യുന്നു. കാരണം കോയിൽ സൈഡും ഫ്ലക്സും 90 ഡിഗ്രിയിലാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് നാലാമത്തെ പൊസിഷൻ നിങ്ങൾ നോക്കൂ. നാലാമത്തെ പൊസിഷനിൽ ജനറേറ്റർ EMF നേരത്തെ ഉണ്ടായ അതേപോലെ ഉണ്ടാവുമോ? ഇല്ലല്ലോ. നിങ്ങളുടെ കോയിൽ 2 എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ഉണ്ടാവുക. ഇവിടെ കോയിൽ 2 പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജനറേറ്റഡ് EMF കൂടുകയായിരുന്നു. പക്ഷെ ഇവിടെ കോയിൽ 2 ഇവിടെ മാക്സിമം എത്തിയിരുന്നു. അതായത് ഇവിടെ 0 ആയിരുന്നു, ഇവിടെ കുറച്ച് കൂടി, ഇവിടെ മാക്സിമം എത്തി. ഇവിടെ എത്തുമ്പോൾ പിന്നെ എന്ത് ചെയ്തു, ഇത് ലെസ്സറായി. ശരിയല്ല, ഒരു ആംഗിളിൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, കട്ട് ചെയ്യുന്നുള്ളൂ അല്ലെ? കോയിൽ സൈഡിലാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇവിടെയാണ് കട്ട്, കോയിൽ സൈഡ് അല്ല, സോറി, നമ്മളെ പോളിലാണ് കട്ട് ചെയ്യുന്നത്. നേരത്തെ ഇവിടെ 2 ഇവിടെ കട്ട് ചെയ്ത പോലെ തന്നെയാണ് ഇവിടെ 4 കട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 0 ആയിരുന്നു, ഇവിടെ കൂടി, ഇവിടെ മാക്സിമത്തിൽ ഇവിടെ കുറഞ്ഞു. വാട്ട് വിൽ ഹാപ്പൻ ടു യുവർ 5? നിങ്ങൾ തന്നെ അനാലിസിസ് നടത്തൂ. 5 എന്താ സംഭവിക്കുക? 5 സിമിലർ ടു 1 അല്ലേ? അത് ഇവിടെ എന്തെങ്കിലും കട്ടിങ് നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ 5 ഫ്ലക്സ് ജനറേറ്റഡ് EMF എന്തായിരിക്കും? 4 എന്തായിരിക്കും? ജനറേറ്റഡ് EMF വിൽ ബി 4 then 5 ജനറേറ്റഡ് EMF വിൽ ബി 0. കാരണം ഫ്ലക്സ് കട്ടിങ് ഹാപ്പൻ ചെയ്യില്ല. 6 അവസ്ഥ എന്താ? 6 അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കോയിൽ സൈഡ് വിൽ മൂവ് അണ്ടർ എ പോൾ ഓഫ് ഓപ്പോസിറ്റ് പോളാരിറ്റി അല്ലെ? ഇത്രയും നേരം ഇതൊരു ഒരേപോലെ ഉണ്ടായത്, പക്ഷെ ഇത് വരുമ്പോൾ തിരിച്ച് വേറൊരു പൊളാരിറ്റിയിലേക്കല്ലേ പോവുക. അപ്പോൾ ഇത്രയും നേരം ഉണ്ടായിരുന്ന ജനറേറ്റഡ് EMFന്റെ ഡയറക്ഷൻ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക അല്ല. കാരണം ഒരു കോയിൽ സൈഡ് കംപ്ലീറ്റ് കഴിഞ്ഞു, പിന്നെ അടുത്ത കോയിൽ സൈഡിലേക്ക് എത്തി. മനസ്സിലായില്ലേ? ഈ CD എന്ന് പറഞ്ഞ കോയിൽ സൈഡ് കംപ്ലീറ്റ് കഴിഞ്ഞ് ABയിലേക്ക് പോയി. അപ്പോൾ ഇവിടെ ഒരു 180 ഡിഗ്രി റൊട്ടേഷൻ ആണെങ്കിൽ തിരിച്ചതിന് നേരെ റിവേഴ്സ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ 6 അറ്റ് ദ പോയിന്റ് 6 എന്താ സംഭവിക്കുന്നത്? കോയിൽ സൈഡ് വിൽ ബി ഇൻ ഓപ്പോസിറ്റ് പൊളാരിറ്റി അല്ലെ? ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലാണ്. അറ്റ് ദ സെയിം ടൈം ജനറേറ്റഡ് EMF എന്താണ്? ഇറ്റ് വിൽ ബി റിവേഴ്സ്ഡ്. നേരത്തെ ഉള്ള പോലെ അല്ല, റിവേഴ്സ് ആയിട്ട് ഉണ്ടാവുക. പിന്നെ തിരിച്ച് 7ലേക്ക് എത്തുമ്പോൾ നിങ്ങൾ നോക്കൂ, നേരത്തെ പോലെ കോയിൽ സൈഡ് CD മാക്സിമത്തിൽ കട്ട് ചെയ്ത പോലെ ഇവിടെയും മാക്സിമത്തിൽ കട്ട് ചെയ്യും. മാക്സിമത്തിൽ തന്നെ കട്ട് ചെയ്യും, പക്ഷെ ഏത് ഡയറക്ഷനിലായിരിക്കും? റിവേഴ്സ് ഡയറക്ഷനിലായിരിക്കും. 8ലേക്ക് എത്തുമ്പോഴോ സോറി നമ്മളെ 8th പോയിന്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ സിമിലർലി വാട്ട് വിൽ ബി ഹാപ്പനിങ്? നമ്മൾ എങ്ങനെയാണോ നമ്മളെ ഈ പറഞ്ഞ പോലെ 2 ഉണ്ടായിരുന്നത്, ആ 2 ഉണ്ടായിരുന്ന അതേപോലെ തന്നെ 8 ഉണ്ടാവുക. നേരെ റിവേഴ്സ് ഡയറക്ഷനിലല്ലേ ഉണ്ടാവുക. ജനറേറ്റർ EMF എന്ത് ചെയ്യാൻ പറ്റും? കുറയും. ശരി, അതായത് നമ്മൾ ഇവിടെ 4 ഉണ്ടായപ്പോൾ 4 കുറഞ്ഞിരുന്നു, ഇവിടെ മാക്സിമം എത്തി, പിന്നെ കുറഞ്ഞു അല്ലെ? ഇവിടെ ലെസ് ആയി. അതേപോലെ ഇവിടെയും ഈ 2 പോലെ അല്ല, സോറി 4 പോലെ ലെസ്സർ ആയിരിക്കും. ലെസ്സർ ആവുമ്പോൾ വരിക. EMF റിവേഴ്സ് ഡയറക്ഷനിലാണ്, അറ്റ് ദ സെയിം ടൈം ലെസ്സർ ആണ്. തിരിച്ച് അഗെയിൻ നമ്മൾ ബാക്ക് ടു അവർ പൊസിഷനിലേക്ക് പോകുമ്പോൾ 1ലേക്ക് പോകുമ്പോൾ തിരിച്ചിങ്ങനെ പോകുമ്പോൾ ഇതെന്തായിരിക്കും? അഗെയിൻ ജനറേറ്റർ EMF 0, പിന്നെ അഗെയിൻ 2ലേക്ക് പോകുമ്പോൾ EMF കൂടും, പിന്നെ 3ലേക്ക് പോകുമ്പോൾ മാക്സിമം എത്തും, 3 4ലേക്ക് എത്തുമ്പോൾ കുറയും, 4 5ലേക്ക് എത്തുമ്പോൾ 0 ആവും, 5 6ലേക്ക് പോകുമ്പോൾ കൂടും, പക്ഷെ റിവേഴ്സ് ഡയറക്ഷനിലായിരിക്കും. കാരണം കോയിൽ സൈഡ് മാറി. പിന്നെ 6 7ലേക്ക് പോകുമ്പോൾ മാക്സിമം എത്തും, അപ്പോഴും
EMF മാക്സിമം ആയിരിക്കും, പക്ഷെ റിവേഴ്സ് ഡയറക്ഷനിലായിരിക്കും. 6 8ലേക്ക് പോകുമ്പോൾ കുറഞ്ഞിട്ട് എന്തായാലും മാക്സിമം നമ്മുടെ റിവേഴ്സ് ഡയറക്ഷനിലെ കുറവായിരിക്കും ഉണ്ടാവുക. 8 0ലേക്ക് പോകുമ്പോൾ അഗെയിൻ 0, പിന്നെ 0 2ലേക്ക് ആദ്യം വന്ന് കൂടി. ദിസ് സൈക്കിൾ വിൽ റൊട്ടേറ്റ്. ഓക്കെ, ഇതൊരു സൈക്കിള് പോലെ ഇങ്ങനെ കോയിൽ എന്ത് ചെയ്യും, റിവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ നിങ്ങളെ കോയിലിന്റെ ഇത് വരക്കുവാണെങ്കിൽ നിങ്ങൾ നോക്കൂ, ആദ്യത്തെ കേസിൽ ഫസ്റ്റ് കേസ് ഇതായിരുന്നു നിങ്ങളുടെ പൊസിഷൻ നമ്പർ 1. ഇത് ഇങ്ങനെ ഇത്തരത്തിലൊരു ഒരു ഓൾട്ടർനേറ്റിംഗ് ഫിഗർ അല്ലേ കാണിക്കുക അല്ലേ? ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് EMF വിത്ത് റെസ്പെക്ട് ടു തീറ്റ ആണെങ്കിൽ ഇത് നിങ്ങളുടെ പൊസിഷൻ 1 ആണെങ്കിൽ ഇതല്ലേ നിങ്ങളുടെ പൊസിഷൻ 2 റെപ്രസെന്റ് ചെയ്യുന്നത്? ഇതല്ലേ നിങ്ങളുടെ മാക്സിമം 3 റെപ്രസെന്റ് ചെയ്യുന്നത്? ഇതല്ലേ കുറച്ചും കൂടി കുറഞ്ഞ 4? ഇത് 5-ലെത്തുമ്പോൾ 0. നിങ്ങൾ ഫിഗറിൽ നോക്കൂ, 5-ലെത്തുമ്പോൾ 0, ഇവിടെ 1-ലെത്തുമ്പോൾ 0. ശരിയല്ലേ? പിന്നെ അഗെയിൻ നിങ്ങൾ പിന്നെ എന്ത് ചെയ്തു, പിന്നെയും കുറച്ച് കുറഞ്ഞു, പക്ഷെ കൂടി. പക്ഷെ ഏത് ഡയറക്ഷൻ? ഡയറക്ഷൻ മാറി, റിവേഴ്സ് ഡയറക്ഷനിലേക്ക് വന്നു. ഇവിടെ ഒരു കോയിൽ സൈഡിന്റെ എഫക്ട്, ഇവിടെ അടുത്ത കോയിൽ സൈഡിന്റെ എഫക്റ്റിന്റെ റിവേഴ്സ് ഡയറക്ഷൻ. പിന്നെ റിവേഴ്സ് മാക്സിമത്തിലേക്ക് വന്നു, പിന്നെ അവിടെ നിന്ന് പിന്നെയും എന്ത് ചെയ്തു, കൂടി, പിന്നെ ഇതിലേക്ക് കുറഞ്ഞു, പിന്നെ ഇതിലേക്ക് പോയി അഗെയിൻ ബാക്ക് ടു 1. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു സൈക്കിൾ അല്ലേ ഇത് ശരിക്ക് അല്ലെ? ഒരു ഓൾട്ടർനേറ്റിംഗ് സൈക്കിൾ ആയിട്ടാണ് വരുന്നത്. അതായത് ഇറ്റ് ഹാപ്പൻസ് ലൈക്ക് ഇഫ് എനി കോയിൽ സൈഡ്, ഒരു കോയിൽ സൈഡ് വിൽ ബി അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് യുവർ നോർത്ത് പോൾ, ദെൻ ദ അതർ കോയിൽ സൈഡ് വിൽ ബി അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് യുവർ സൗത്ത് പോൾ. അങ്ങനെ ഒരു പ്രാവശ്യം നോർത്ത് പോളിന്റെ ഇൻഫ്ലുവൻസിൽ ഒരു കോയിൽ സൈഡ്, പിന്നെ സൗത്ത് പോൾ, പിന്നെ തിരിച്ച് പിന്നെ അടുത്ത ഏതോ ഒരു കോയിൽ സൈഡ്, ഏത് കോയിൽ സൈഡായാലും പ്രശ്നമില്ല, അത് അടുത്ത നോർത്ത് പോളിൽ സൗത്ത് പോളിൽ. അത് ഇങ്ങനെ ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെ ഈ ലൂപ്പില് ഈ ലൂപ്പിന്റെ ഇങ്ങനെ ഒരു ലൂപ്പാണല്ലോ വരിക. ഇപ്പൊ ഈ ലൂപ്പിന്റെ എൻഡില് നമ്മളൊരു ലോഡ് കണക്ട് ചെയ്തെന്ന് വിചാരിക്കും. ഒരു ലോഡ്, ആ ലോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോഡിൽ എന്ത് ഫ്ലോ ചെയ്യാൻ തുടങ്ങും? ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങൂലേ? ശരിയല്ലേ? ആ ഒരു ഓൾട്ടർനേറ്റീവ് കറണ്ട് അതിലെ ഫ്ലോ ചെയ്യാൻ തുടങ്ങൂലേ? അങ്ങനെ ഓൾട്ടർനേറ്റീവ് കറണ്ട് ഫ്ലോ ചെയ്യുവാണെങ്കിൽ what will happen across the load? A voltage will be generated. അല്ലെങ്കിൽ EMF അല്ലെങ്കിൽ വോൾട്ടേജ് അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പൊ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഇപ്പൊ എങ്ങനത്തെ വോൾട്ടേജ് ആണല്ലേ? ഓൾട്ടർനേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് ആണല്ലേ? ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്. അതായത് ഇങ്ങനെ ഓൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്ന വോൾട്ടേജ്, ഇങ്ങനെ കൂടിയും കുറഞ്ഞോ, അല്ലെങ്കിൽ ഒരു വേവ്, സൈൻ വേവ്, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്ന വോൾട്ടേജ് അല്ലെ? അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണ് നമുക്ക് ഇവിടെ ഡെവലപ്പ് ചെയ്തത്. അല്ലാതെ DC വോൾട്ടേജ് അല്ല, ഡയറക്റ്റ് വോൾട്ടേജ് അല്ല. ഓൾട്ടർനേറ്റ് ചെയ്യുവാണ്, മാറിക്കൊണ്ടേയിരിക്കുന്ന വോൾട്ടേജ് ആണ് നമ്മളിപ്പോൾ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ശരിയല്ലേ? ഈ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണ് നമ്മൾ ലൂപ്പിൽ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഡയറക്റ്റ് വോൾട്ടേജിലേക്കായിട്ട് മാറ്റണം. കാരണം നമ്മൾ DC ആണല്ലോ നമ്മൾ പഠിക്കുന്നത്, നമ്മൾ AC-നെ കുറിച്ചല്ല പഠിക്കുന്നത്. നിങ്ങളെ ശ്രദ്ധിക്കണം, ഇത് AC വോൾട്ടേജ് ആണിത്. നമ്മൾ ഏതിലേക്ക് മാറ്റണം? DC വോൾട്ടേജിലേക്ക് മാറ്റണം. അങ്ങനെ AC വോൾട്ടേജ് കിട്ടിയ AC വോൾട്ടേജിനെ DC വോൾട്ടേജിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ ഡിവൈസ് യൂസ് ചെയ്യും. അതിന്റെ പേരാണ് കമ്മ്യൂട്ടേറ്റർ. അപ്പം DC മെഷീനിൽ നിന്ന് AC മെഷീനിൽ നിന്ന് DC മെഷീനിലേക്കുള്ള വ്യത്യാസം ഈ ഒരു സാധനത്തിൽ നിന്നാണ് കമ്മ്യൂട്ടേറ്റർ. ഓക്കെ, ഈ കമ്മ്യൂട്ടേറ്റർ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ്സ് എ ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട് ദ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ടു DC വോൾട്ടേജ്. അതായത് ഒരു റെക്ടിഫയർ ആയിട്ട് ആക്ച്വലി ആക്ട് ചെയ്യുക, ഒരു മെക്കാനിക്കൽ റെക്ടിഫയർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് ആര്? കമ്മ്യൂട്ടേറ്റർ. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ പറയും. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണ്, അതിനെ മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. കമ്മ്യൂട്ടേറ്ററിനെ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ നമ്മൾ ഈ അനാലിസിസ് നമ്മൾ ഓൾറെഡി നമ്മളിപ്പം പഠിച്ചതാണ്. ഇങ്ങനെ നമ്മൾ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഉണ്ടാക്കിയത് നമ്മളിത് എന്താ ആക്ച്വലി നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്? നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് നമ്മളിവിടെ ഫ്ലക്സ് കട്ടിങ് ഹാപ്പൻ ചെയ്ത് ഓരോ പോയിന്റിലും EMF ജനറേഷൻ നടത്തി. അതാണല്ലോ പറയുന്നത് അല്ലെ? ഫ്ലക്സ് കട്ടിങ് ഹാപ്പൻ ചെയ്ത് ഓരോ പോയിന്റിലുള്ള EMF ജനറേഷൻ നമ്മൾ നടത്തി. ആദ്യം
കൂടി പിന്നെ മാക്സിമം പോയി പിന്നെ 0 എത്തി, കുറഞ്ഞു പിന്നെ 0 എത്തി, പിന്നെ അത് കുറഞ്ഞു റിവേഴ്സ് ഡയറക്ഷനിൽ വന്നു, ഇങ്ങനെ ഒരു സൈക്കിള് പോലെ നമുക്കത് റിപ്പീറ്റ് ചെയ്തു. ശരിയല്ലേ? അപ്പോൾ ഇതാണ് നമുക്കിവിടെ പറയാനായിട്ടുള്ള മാക്സിമം കാര്യം. അപ്പോൾ ഫ്ലക്സ് കട്ടിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്. ആ ഫ്ലക്സ് കട്ടിംഗ് ഇങ്ങനെയാണ് ഗൈസ് ഹാപ്പൻ ചെയ്തത്. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഫ്ലക്സ് കട്ടിംഗ് ഹാപ്പൻ ചെയ്തതല്ല, ഇങ്ങനെയാണ് ഫ്ലക്സ് കട്ടിംഗ് നമുക്ക് ഹാപ്പൻ ചെയ്യുന്നത്. അതാണ് നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഒന്നുകൂടി ഞാനത് ബ്രീഫ് ചെയ്ത് തരാം. വേറൊരു വഴി നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ബ്രീഫ് ചെയ്ത് തരാം, കുറച്ചും കൂടി നല്ല ഫിഗേഴ്സ് വെച്ചിട്ട്. ഇത് നിങ്ങൾ നോക്കൂ, ഇത് നിങ്ങൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്, ജസ്റ്റ് വേറെ തരത്തിൽ നിങ്ങൾക്ക് ഇവിടെ ബ്രഷുകളൊക്കെ വെച്ചിട്ട് സ്ലിപ്പറിങ്ങും ബ്രഷൊക്കെ സ്പ്ലിറ്ററിങ്ങും വെച്ചിട്ട് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു തരുവാണ്. ഓക്കെ, അപ്പോൾ സപ്പോസ് നിങ്ങളത് ഫിഗർ നോക്കൂ. ഈ ഫിഗറിൽ ABCD കണ്ടല്ലോ നിങ്ങൾ, ABCD ഇതിനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കണ്ട AB സ്മോൾ a സ്മോൾ b 1 2 എന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഒരു ആക്സിസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് കോയിലിൻ്റെ എൻഡ്, അതായത് നമ്മളിവിടെ ഒരു കോപ്പർ കോയിലാണ് എടുക്കുന്നത്, ഒരു കോപ്പർ കോയിൽ ABCD ആണ് എടുക്കുന്നത്. അത് ഒരു ആക്സിസ്, ഇതാണ് നമ്മുടെ ആക്സിസ്, ആ ആക്സിസിനെ വിത്ത് റെസ്പെക്ട് ടു അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കോയിലിൻ്റെ രണ്ട് എൻഡിൽ നമ്മൾ രണ്ട് സ്ലിപ്പ് റിങ്ങുകളെ വെച്ചിട്ടുണ്ട്. ആ സ്ലിപ്പ് റിങ്ങുകളാണ് ഈ കാണിച്ചിരിക്കുന്നത് എയും ബിയും. ഓക്കെ, ഇവ ഇൻസുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, രണ്ടും അപ്പുറം ഇപ്പുറം ഇതാവാണ്ടിരിക്കാൻ ഇൻസുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, സെൻട്രൽ ഷാഫ്റ്റിൽ നിന്ന് ഇൻസുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ രണ്ട് സാധനങ്ങൾ കണ്ടത് നിങ്ങൾ 1 ഉം 2 കാണിച്ചിട്ട് കണ്ടില്ലേ? ഇത് രണ്ടും, ഇതാണ് നിങ്ങളുടെ ബ്രഷസ്. ഓക്കെ, ഈ സ്ലിപ്പറിങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുന്ന സാധനമാണ് ബ്രഷ്. ബ്രഷിന്റെ ഫംഗ്ഷൻ എന്താ വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു കളക്ട് ദ കറണ്ട് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ. ഈ കോയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന കോയിലിലെ കറണ്ടിനെ കളക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ബ്രഷിന്റെ പർപ്പസ്. ഇത് ബ്രഷിൽ ഇവിടെ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഈ എക്സ്റ്റേണൽ ലോഡിലേക്ക് കണക്ട് ചെയ്യും. കണ്ട, ഇവിടുന്ന് 1 നിന്ന് ഈ എക്സ്റ്റേണൽ ലോഡിലേക്ക് പോകുന്നു, 2 നിന്ന് എക്സ്റ്റേണൽ ലോഡ്. ഇതാണ് നമ്മുടെ ബ്രഷസിന്റെ ഫങ്ഷൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടെ ഈ കേസുകളിൽ നമ്മുടെ റൊട്ടേറ്റിംഗ് കോയിലാണ് നമ്മളുടെ ആർമേച്ചർ. ഓക്കെ, ഇവിടെ ബാക്കിയുള്ള സാധനങ്ങളാണ് നമ്മുടെ സ്റ്റേഷനറി ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ ഫീൽഡ് മാഗ്നറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളെപ്പോഴും പറയാറില്ല, നമ്മൾ രണ്ട് വിഭാഗമായിട്ട് നമ്മൾ തിരിക്കാറുണ്ട്. നമ്മൾ ഏതൊരു DC മെഷീനുകൾ ഏതൊക്കെ നമ്മൾ സ്റ്റേറ്ററും റോട്ടറും ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട് അല്ലേ? അപ്പൊ റോട്ടർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഏത് പാർട്ട്, നമ്മുടെ ഈ പറയുന്ന ആർമേച്ചർ ഇൻ ദ കേസ് ഓഫ് DC മെഷീൻ. ഓക്കെ, നമ്മുടെ സ്റ്റേറ്റർ ആണ് നമ്മുടെ ഫീൽഡ് വൈൻഡിങ് അല്ലെങ്കിൽ നമ്മുടെ ഫീൽഡ് മാഗ്നറ്റ്. ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്ന ആളാണ് ആര്, ആർമേച്ചർ. ഇവിടെ ആർമേച്ചർ ആണ് എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ചെറിയൊരു വ്യത്യാസമായിട്ട് നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെക്കാം. പിന്നെ നമ്മളിപ്പോൾ സപ്പോസ് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്, നമ്മൾ ഈ കോയില് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. ഇങ്ങനെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാൻ, ഈ ഒരു തരത്തിൽ റൊട്ടേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പം ഈ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഫിഗർ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് പറയുന്നു മാത്രം. ഈ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കോയില് ഈ ഫീൽഡ് മാഗ്നറ്റുമായിട്ട് ലിങ്ക് ചെയ്യും. അങ്ങനെ ലിങ്ക് ചെയ്യുമ്പോൾ ഫ്ലക്സ് ലിങ്കേജ് ഹാപ്പൻ ചെയ്യും. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, EMF പ്രൊഡക്ഷൻ നടക്കുന്നത്. അതാണ് N×d∅dt വരുന്നത് അല്ലേ? അപ്പം എപ്പോഴാണ് മാക്സിമം കിട്ടുന്നത്? ഇപ്പം ഈ ഒരു ഫിഗറിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ അതേ ഫിഗർ തന്നെയാണ്. ഇപ്പം ഈ 1ൽ ഒരു ലിങ്കിങ് നടക്കുന്നില്ല, നിങ്ങൾ കണ്ടാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് 1ൽ ഒരു ലിങ്കിങ് നടക്കുന്നില്ല, അതുകൊണ്ടാണ് ഇത് 0. 2ലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഫ്ലക്സ് കട്ടിങ് നമുക്ക് ഹാപ്പൻ ചെയ്യാൻ പതുക്കെ തുടങ്ങി. പക്ഷെ ഒരു ആംഗിളിലാണ്, അതുകൊണ്ടാണ് കുറച്ച് EMF പ്രൊഡ്യൂസ് റൈസ് ചെയ്തു. ഇവിടെ ഫീൽഡ് മാഗ്നറ്റുമായിട്ട് ലിങ്ക് ചെയ്തു ഫ്ലക്സ്. ഫ്ലക്സ് ലൈൻസ് ആണ് ഈ പോകുന്നത്, ഈ പിങ്ക് കളറിൽ കാണുന്ന ഫ്ലക്സ് ലൈൻസ്. അത് ഈ ഫീൽഡ് മാഗ്നറ്റായിട്ടും നമ്മൾ പറയുന്ന കോയിൽ സൈഡായിട്ട് ലിങ്ക് ചെയ്തു. അപ്പം മാക്സിമം കിട്ടി. പിന്നെ വീണ്ടും കുറച്ചൊരു ആംഗിളിൽ കുറഞ്ഞു. 2 എങ്ങനെയാണുള്ളത് അതേപോലെ തന്നെയാണ് 4 ഉള്ളത്, പിന്നെ 1 ഉള്ള അതേപോലെ തന്നെ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ്സിനെ ജസ്റ്റ് വേറെ തരത്തിൽ കാണിച്ചു തരുന്നേ ഉള്ളൂ. ഈ 2 ഉള്ള പോലെ തന്നെയാണ് ഈ 6 ഉള്ളത്, പക്ഷേ റിവേഴ്സ് ഡയറക്ഷൻ ഇവിടെ 7 ഉണ്ടാവും.
ഓക്കെ, ഇവിടെ 7 വരക്കണം. ഇവിടെ 7 ഉണ്ടാവും. 7 will be maximum in the reverse direction. 8 compared to your 4. ഓക്കെ, പിന്നെ 9 അല്ല, അത് ആക്ച്വലി 0 ആണ്. 1 ആണ്. വീണ്ടും അത് 0 അങ്ങനെ പിന്നെ മൊത്തം എന്ത് ചെയ്യും, ഒരു സൈക്കിളാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഈ സൈക്കിളിന് നമുക്ക് സൈക്കിളിന്റെ ഡയറക്ഷൻ ആക്ച്വലി എങ്ങനെ കിട്ടുന്നത്, ഈ ഡയറക്ഷൻ കിട്ടുന്നത് നമ്മൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് ഈ ഫ്ലക്സിന്റെ ഡയറക്ഷൻ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ഏത് തരത്തിലാണ് ഉണ്ടാവുക, നമ്മൾ അതിനൊരു വേറൊരു ഫിഗർ നമുക്ക് അനലൈസ് ചെയ്യാം. ഇതാ ഈ ഫിഗർ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ എങ്ങനെ ഉണ്ടാവുക, ഇതാ എന്ന് ബി, പിന്നെ ഇതാ എം, പിന്നെ എൽ, പിന്നെ ഇതാ സി ഡി. കണ്ടാ കൃത്യമായിട്ടൊരു ഫോളോ ചെയ്ത് പോകുന്നുണ്ട് നിങ്ങൾ. അപ്പം കറണ്ട് വിൽ ബി ഫ്ലോയിങ് ഫ്രം ഈ ലോഡ് റെസിസ്റ്റർ ആറിലെ ഫ്ലോ ചെയ്യും. എവിടെ നിന്ന് എങ്ങോട്ട്, ഇതാ ഇങ്ങനെയല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എം നിന്ന് എല്ലിലേക്ക് ഒരു ഫസ്റ്റ് ഹാഫ് ഓഫ് റെവല്യൂഷനിൽ എമ്മിൽ നിന്ന് എല്ലിലേക്ക് ഈ കറണ്ട് ഫ്ലോ ഇങ്ങനെ ഫ്ലോ ചെയ്യും. പിന്നെ അടുത്ത ഹാഫിൽ, അതായത് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ 0 മുതൽ 180 വരെയാണ്. അതിനടുത്ത് 180 മുതൽ 360 വരെ എന്ത് സംഭവിക്കുക, മറ്റേത് ഇതിന്റെ മുന്നത്തെ ഹാഫ് പോലെ തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യും, അത് റിവേഴ്സ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഫ്ലോ ചെയ്യുന്നത്. ശരിയല്ലേ? പക്ഷെ വാട്ട് ഹാപ്പൻസ് ഈസ്, നമുക്കറിയാം നമ്മളെ പൊസിഷൻ 7ലാണ് മാക്സിമം EMF, അതുപോലെ മിനിമം വരുന്നത് പൊസിഷൻ 1ലാണ് റിവേഴ്സിലെ. അപ്പം നമ്മുടെ കറണ്ടിന്റെ പാത്ത് എങ്ങനെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ DCLMBA, കാരണം നേരെ റിവേഴ്സ് ആയിട്ടാണല്ലോ നമുക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ എങ്ങനെ ഫ്ലോ ഉണ്ടായ അതേ റിവേഴ്സ് ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഇങ്ങനെ ഒരു സൈക്കിളിൽ ഒരു ഡയറക്ഷനിൽ, ഒരു സൈക്കിളിൽ വേറെ ഡയറക്ഷൻ. അപ്പം ഇങ്ങനെ ഇതിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തിട്ടുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ EMF എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ 2 ഹാഫ് സൈക്കിൾ വരും. അതാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഇത് നമ്മളെ പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഇത് നമ്മളുടെ നെഗറ്റീവ് ഹാഫ് സൈക്കിളും. ശരിയല്ലേ? അപ്പം ഈ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെയൊക്കെ യൂണി ഡയറക്ഷനിലാക്കണം നമുക്ക്. ഓക്കെ, ഇതിപ്പോൾ 2 ഡയറക്ഷനിലുള്ള സാധനത്തിന് നമ്മൾക്ക് ഇതിപ്പോൾ 2 ഇതിങ്ങനെയായിട്ട് പോവുകയാണ് അല്ലേ. അപ്പം ഇതിനൊക്കെ യൂണി ഡയറക്ഷനിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ നേരത്തെ നമ്മളിവിടെ സ്ലിപ്പർ റിങ്ങുകളെ കാണിച്ചത് കണ്ടില്ലേ, 1, 2 അല്ലെങ്കിൽ A, B എന്ന് കാണിച്ചില്ലേ. ഈ സ്ലിപ്പർ റിങ്ങുകളെ മാറ്റി നമ്മൾ റീപ്ലേസ് ചെയ്ത് സ്പ്ലിറ്റ് റിങ്ങുകളാക്കും. അതാണ് ഈ സാധനം, ഈ മൊത്തത്തിലുള്ള ഫിഗർ സ്പ്ലിറ്റ് റിങ്ങുകളാക്കും. അപ്പോൾ സ്പ്ലിറ്റ് റിങ്ങുകൾ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടക്ടിങ് സിലിണ്ടർ ആണ് വെച്ചിരിക്കുന്നത്. അത് 2 ഹാഫ് ആക്കി, കണ്ടില്ലേ നിങ്ങൾ, ഇവിടെ ഇങ്ങനെ മുറിച്ച് ഇതൊരു ഹാഫ്, ഇതൊരു ഹാഫ്, 2 ഹാഫ് ആക്കി നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെ 2 ഹാഫായിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, അവ എന്ന് പറഞ്ഞാൽ 2 ഇൻസുലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറയാം. അതിൻ്റെ ഒരു ചെറിയ രൂപമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഞാൻ ഇവിടെ ഈ ഫിഗർ, ഈ മൊത്തം ഫിഗറാണ് ഈ സാധനം. ഓക്കെ, അപ്പം വാട്ട് ഹാപ്പൻസ് ഈസ്, നമ്മൾ ഇതിൽ ഒന്നുകൂടി ഫിഗറിൽ കുറച്ചുകൂടി വ്യക്തമാവും. ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് റിംഗ് വരച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഓഫ് റെവല്യൂഷനിൽ വാട്ട് ഹാപ്പൻസ് ഈസ്, എന്ന് ബിയിലേക്ക്, ബിയിൽ നിന്ന് എമ്മിലേക്ക്, എമ്മിൽ നിന്ന് എല്ലിലേക്ക്, ആരോ മാർക്ക് ഉണ്ട്, അത് നോക്കിയാൽ മതി. അതിങ്ങനെ പോയി എല്ല്, പിന്നെ CD. അതായത് ഫസ്റ്റ് ഹാഫ് ഓഫ് റെവല്യൂഷനിൽ ബ്രഷ് നമ്പർ, ഇത് ബ്രഷ് ആണല്ലോ, ചെറിയ ഇത് നമ്മൾ പറഞ്ഞു. ബ്രഷിന്റെ പർപ്പസ് എന്താ, ഈ റെസിസ്റ്ററിലേക്കുള്ള കറണ്ടിനെ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ബ്രഷിന്റെ പർപ്പസ് അല്ലേ. അപ്പോൾ ഇവിടുന്ന് കളക്ട് ചെയ്ത് ഇത് എങ്ങോട്ടേക്ക് കൊടുക്കണം, ഈ ലോഡ് റെസിസ്റ്ററിലേക്ക് കൊടുക്കണം. അതാണ് ബ്രഷിന്റെ പണി അല്ലേ. അപ്പോൾ ബ്രഷ് 1 ഏത് സെഗ്മെന്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്തിരിക്കുകയാണ്, ആയിട്ട് കോണ്ടാക്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ. ഇതിന്റെ എൻഡിൽ എന്താണ്, പോസിറ്റീവ് എൻഡ് സപ്ലൈ ആണ്. ക്ലിയർ? അതേപോലെ ബി ഏത് എൻഡിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്, ബി നെഗറ്റീവ് എൻഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. ശരിയല്ലേ? അപ്പോൾ അടുത്ത ഹാഫിൽ എന്താ സംഭവിക്കുന്നത്, ഇത് ഫസ്റ്റ് ഹാഫ്, നിങ്ങൾ ഫസ്റ്റ് ഹാഫ് ഒന്ന് എടുക്ക്. അല്ലേ, അടുത്ത ഹാഫിലേക്ക് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പർപ്പസ് എന്താ, നമ്മുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇത് 2 ഡയറക്ഷനിൽ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
ഈ സൈക്കിൾ ഇതൊരു ഹാഫ് സൈക്കിൾ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, പിന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളിത് എന്ത് ചെയ്യാൻ പോവാന്ന് പറഞ്ഞാൽ യൂണി ഡയറക്ഷനിലാക്കാൻ പോവുകയാണ്. അപ്പോൾ യൂണി ഡയറക്ഷണൽ കറണ്ട് ഫ്ലോ വേണം. ഓക്കെ, എങ്ങനത്തെ കറണ്ട് ഫ്ലോ ആണ്? യൂണി ഡയറക്ഷൻ. അല്ലെങ്കിൽ രണ്ട് സൈഡിൽ കറണ്ട് ഫ്ലോ ചെയ്ത് രണ്ട് പോസിറ്റീവും നെഗറ്റീവും ഒന്ന് കട്ട് ചെയ്ത് 0 ആയി പോവില്ലേ? അപ്പൊ യൂണി ഡയറക്ഷൻ കറണ്ട് ഫ്ലോ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ നേരത്തെ കാണിച്ച ഈ സ്ലിപ്പർ റിങ്ങുകളെ മാറ്റിയിട്ട് നമ്മൾ എന്തിലേക്ക് കൊണ്ടുവരുന്നത്? സ്പ്ലിറ്റ് റിങ്ങുകളിലേക്ക് കൊണ്ടുവരുന്നത്. സ്പ്ലിറ്റ് റിങ്ങിന്റെ പർപ്പസ് ആണിത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പ്ലിറ്റ് റിങ് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കമ്മ്യൂട്ടേറ്റർ. ഓക്കെ, അപ്പൊ സ്പ്ലിറ്റ് റിങ്ങുകളുടെ പർപ്പസ് ആണ് എന്ത്? നമ്മൾ ഈ പറഞ്ഞ ഓൾട്ടർനേറ്റ് ചെയ്യുന്ന സാധനത്തിനെ ഡയറക്റ്റ് ആക്കി കൊണ്ടുവരണം. ഓക്കെ, ഓൾട്ടർനേറ്റ് ചെയ്യുന്ന സാധനങ്ങളെ നമുക്ക് എന്ത് ചെയ്യണം? ഡയറക്റ്റ് ആക്കി കൊണ്ടുവരണം. നമ്മൾ നേരത്തെ പഠിച്ചു ഓൾട്ടർനേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് നമുക്ക് ഏത് വോൾട്ടേജിലേക്ക് കൊണ്ടുവരണം? ഡയറക്റ്റ് വോൾട്ടേജിലേക്ക് കൊണ്ടുവരണം. അതേപോലെ ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, ഇവിടെ ഒരു ലോഡ് റെസിസ്റ്റർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു കറണ്ട് ഉണ്ടായിരുന്നല്ലോ, ശരിയല്ലേ? ഇവിടെ ഒരു കറണ്ട് ഉണ്ടായിരുന്നല്ലോ. ആ കറണ്ടിന് എങ്ങനെയാണ് ഉണ്ടായത്? ഇതുപോലെ പോസിറ്റീവ് നെഗറ്റീവ് സൈക്കിളിലുണ്ട്, ഓൾട്ടർനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനെ നമ്മുടെ ഒരു ഡയറക്റ്റിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ സ്ലിപ്പ് റിങ്ങുകളെ മാറ്റി സ്പ്ലിറ്റ് റിങ്ങുകളിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ സ്പ്ലിറ്റ് റിങ് അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂട്ടേറ്റർ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറഞ്ഞോ, സ്പ്ലിറ്റ് റിങ് അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂട്ടേറ്റർ. അപ്പൊ സ്പ്ലിറ്റ് റിങ് അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂട്ടേറ്ററിലേക്ക് മാറാൻ വേണ്ടി സ്പ്ലിറ്റ് റിങ് അല്ലെങ്കിൽ കമ്മ്യൂട്ടേറ്ററിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ അവരുടെ പർപ്പസ്, കമ്മ്യൂട്ടേറ്ററുടെ പർപ്പസ് എന്താ? നിങ്ങളുടെ ഓൾട്ടർനേറ്റ് ചെയ്യുന്ന കറണ്ടിനെ, അതായത് ഇവിടെ വേണമെങ്കിൽ എഴുതി വെച്ചോ, ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ യൂണി ഡയറക്ഷണൽ കറണ്ട് ആക്കി മാറ്റണം. ഓക്കെ, നേരത്തെ നമ്മൾ ഓൾട്ടർനേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് ഡയറക്റ്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ലോഡ് സർക്യൂട്ട് കണക്ട് ചെയ്ത് അതിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവും. ആ കറണ്ട് ഓൾട്ടർനേറ്റിംഗ് ആയിരിക്കും. അതിനെ യൂണി ഡയറക്ഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം. ഓക്കെ, അപ്പൊ ഈ സ്പ്ലിറ്റ് റിങ്ങുകൾ ഈ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്, ഈ സ്പ്ലിറ്റ് റിങ് ഈസ് ഓൾസോ കോൾഡ് ആസ് യുവർ കമ്മ്യൂട്ടേറ്റർ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ കമ്മ്യൂട്ടേറ്റർ തന്നെയാണ് നമ്മൾ ഈ സ്പ്ലിറ്റ് റിങ്ങും. കമ്മ്യൂട്ടേറ്റർ എന്നോ അല്ലെങ്കിൽ സ്പ്ലിറ്റ് റിംഗ് എന്നോ നമുക്ക് ഇതിനെ വിളിക്കാം. ഓക്കെ, അപ്പം ഇതിന്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറണ്ട് ഡയറക്ഷൻ, ആ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നത്? കമ്മ്യൂട്ടേറ്റർ എന്ത് ചെയ്യും? റിവേഴ്സ് ചെയ്യും അല്ലേ? അപ്പം യൂണി ഡയറക്ഷണൽ ഫ്ലോ ആക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആളാണ് ആര്? നമ്മളുടെ സ്പ്ലിറ്റ് റിങ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കമ്മ്യൂട്ടേറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അവിടെ ഹാപ്പൻ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് ഓഫ് റെവല്യൂഷനിൽ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ ഫ്ലോ ചെയ്തു. രണ്ടാമത്തെ ഡയറക്ഷനിൽ വാട്ട് ഹാപ്പൻസ് ഈസ്, നമ്മുടെ ഡയറക്ഷൻ ഓഫ് കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ സെഗ്മെന്റുകൾ റിവേഴ്സ് ആവും അടുത്ത ഹാഫിൽ. ഏതൊക്കെ സെഗ്മെന്റുകൾ? ഇവിടെ എയും ബിയും സെഗ്മെന്റുകളായിരുന്നു, അത് മാറിയിട്ട് എന്താവും? ബിയും എയും ആവും. പക്ഷെ ഈ പോസിറ്റീവും 1ഉം നെഗറ്റീവും 2ഉം ഒക്കെ അതേപോലെ തന്നെ വെക്കും, ഈ ഡയറക്ഷനൊക്കെ മാറും. അപ്പൊ സ്പ്ലിറ്റ് റിംഗ് എന്താ ചെയ്യുന്നത്? അവരുടെ രണ്ട് ഈ സെഗ്മെന്റുകൾ, അതാ ഈ ഒരു സെഗ്മെന്റിനെ മാറ്റിയിട്ട് നേരെ സെഗ്മെന്റുകളാണ് എന്ത് ചെയ്യുന്നത്? റിവേഴ്സ് ചെയ്യുന്നത്. അതായത് സെഗ്മെന്റുകളുടെ പൊസിഷനാണ് റിവേഴ്സ് ചെയ്യുന്നത്. മുന്നേ എ ഉണ്ടായ സ്ഥലത്ത് ഇപ്പം ബി ആവും, ബി ഉണ്ടായ സ്ഥലത്ത് എന്താവും? എ ആവും. അങ്ങനെ പൊസിഷനുകളെ എന്ത് ചെയ്യും? അവരെയും പൊസിഷൻ എന്ത് ചെയ്യും? മാറും. അപ്പോൾ അങ്ങനെ ബി സെഗ്മെന്റ് ഇവിടെ 1ഉമായിട്ട് കോണ്ടാക്റ്റിലേക്ക് വരും, എ സെഗ്മെന്റ് ഇതിലേക്ക് വരും 2 ആയിട്ട് കോണ്ടാക്ട് വരും. അതായത് എ സെഗ്മെന്റ് നെഗറ്റീവ് ആവും, ബി സെഗ്മെന്റ് എന്താവും? പോസിറ്റീവ് ആവും. നേരത്തെ എ സെഗ്മെന്റ് പോസിറ്റീവും ബി സെഗ്മെന്റ് നെഗറ്റീവ് ആയിരുന്നു, അത് നേരെ റിവേഴ്സ് ആയി അല്ലെ? അപ്പൊ അങ്ങനെ ആയാലും കൂടി അല്ലെങ്കിൽ അങ്ങനെ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ കറണ്ടിന്റെ ലോഡ് എവിടെ തിരിച്ച് എങ്ങനെ തന്നെ ഫ്ലോ ചെയ്യുന്നത്? M2L തന്നെ ഫ്ലോ ചെയ്യുന്നത്. ഇവിടെയും കാണുന്നില്ല, M2L തന്നെ കറണ്ട് ഫ്ലോ ഉണ്ടായിരുന്നത്. അതേ ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവുന്ന ഇങ്ങനെ സെഗ്മെന്റിലുള്ള മാറ്റം വന്നിട്ടാണ് നമ്മൾക്ക് എന്ത് ചെയ്യുന്നത്? കറണ്ട് ഫ്ലോ എന്ത് സെയിം ഡയറക്ഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ സെയിം ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ഒക്കർ ചെയ്യുവാണെങ്കിൽ നമുക്ക് നേരത്തെ ഇവിടെ കിട്ടിയ പോലെ ഇവിടെ കിട്ടിയ പോലെ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്യുന്ന കറണ്ട് അല്ല ഉണ്ടാവുക. എങ്ങനത്തെ കറണ്ട് ഉണ്ടാവുക? യൂണി ഡയറക്ഷനിലായിട്ടുള്ള കോൺസ്റ്റന്റ് കറണ്ട് ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ യൂണി ഡയറക്ഷനിലായിട്ടുള്ള ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള കറണ്ടിനെ വിളിക്കുന്നവരാണ് DC കറണ്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഡയറക്റ്റ് കറണ്ട്. അതാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. തീറ്റ വിത്ത് റെസ്പെക്ട് ടു EMF കോൺസ്റ്റന്റ് കറണ്ട് 0 180 പോകും, പിന്നെ റിവേഴ്സ് ആവുന്നില്ല, പിന്നെ ഒരേ ഡയറക്ഷനിലേക്ക് പോകും.
അങ്ങനെ റിവേഴ്സ് ആവാതെ ഒരേ ഡയറക്ഷനിലേക്ക് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്ലിപ്പ് റിങ്ങുകളെ റീപ്ലേസ് ചെയ്ത് സ്പ്ലിറ്റ് റിങ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കമ്മ്യൂട്ടേറ്ററിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് പ്ലേസ് ചെയ്യുന്നത്. അങ്ങനെ കമ്മ്യൂട്ടേറ്ററിനെ പ്ലേസ് ചെയ്യുന്ന വഴി ഈ സെഗ്മെന്റുകളെ റിവേഴ്സ് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് കറണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഈ പറയുന്ന ഈ DC മെഷീനുകളുടെ കൺസെപ്റ്റ് ആയിട്ട് വരുന്നത്. മനസ്സിലായോ? സോ ദിസ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് യുവർ DC മെഷീൻ. നമ്മുടെ DC മെഷീൻസിന്റെ അല്ലെങ്കിൽ DC ജനറേറ്റർ, സ്പെസിഫിക്കലി നമ്മളോട് DC ജനറേറ്റർ ആണ് ഇപ്പോൾ പഠിക്കുന്നത്. DC ജനറേറ്ററിന്റെ കൺസെപ്റ്റ് ആയിട്ട് വരുന്നത് ഇതാണ്. അപ്പം ജനറലി മനസ്സിലാക്കുക, സിമ്പിളായിട്ടൊന്നൊരു ബ്രീഫ് ചെയ്യാം. ജനറലി മനസ്സിലാക്കുക, നമ്മളെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലക്സ് കട്ടിംഗ് ആണ് നമ്മളെ ബേസിക് പ്രിൻസിപ്പിൾ. ഫ്ലക്സ് കട്ടിങ് ചെയ്യാൻ കണ്ടക്ടറും മാഗ്നറ്റിക് ഫീൽഡുമാണ് കട്ടാവണം. ഇവിടെ നമ്മളെ പ്രിൻസിപ്പിൾ നോക്കിയപ്പോൾ നമ്മൾ ഓരോ പൊസിഷനിലും ഉള്ള ഫ്ലക്സ് കട്ടിങ് എടുത്തു. ആ ഓരോ പൊസിഷനിലുള്ള ഫ്ലക്സ് കട്ടിങ് നമ്മൾ എന്ത് ചെയ്തു, നോട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ മനസ്സിലായത് ഓൾട്ടർനേറ്റ് ചെയ്യുവാണ്. പക്ഷെ നമുക്ക് ഇവിടെ ആവശ്യം, നമ്മൾ പഠിക്കുന്ന മെഷീൻ തന്നെ DC ആണ്. അപ്പോൾ ഓൾട്ടർനേറ്റ് ചെയ്തിട്ട് കാര്യമില്ല, DCയിലേക്ക് കൊണ്ടുവരണം. അതിനാണ് നമ്മൾ പുതിയൊരു അറേഞ്ച്മെന്റിലേക്ക് പോകുന്നത്. അതിന്റെ പേരാണ് ഇതാ. ഇവിടെ നേരത്തെ നിങ്ങൾക്ക് ഓൾട്ടർനേറ്റിംഗ് കിട്ടിക്കൊണ്ടിരുന്നത് നിങ്ങൾ ഇവിടെ സ്ലിപ്പ് റിങ്ങുകൾ വെച്ചത് കൊണ്ടായിരുന്നു. ആ സ്ലിപ്പ് റിങ്ങുകളെ മാറിയപ്പോൾ അല്ല, അവിടെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് കിട്ടിയതാണ് ഈ ഓൾട്ടർനേറ്റ് ചെയ്യുന്ന കറണ്ടും EMF-ഉം. ആ സാധനത്തിനെ നമ്മൾ മാറ്റി സ്ലിപ്പ് റിങ്ങുകളെ മാറ്റി സ്പ്ലിറ്റ് റിങ്ങുകളെ വെച്ചു. ക്ലിയർ? ആ സ്പ്ലിറ്റ് റിങ്ങുകളെ വെക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പൊസിഷൻ ഇതാണ് നിങ്ങളുടെ സെഗ്മെന്റുകൾ എയും ബിയും. ഈ സെഗ്മെന്റുകളെ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റാൻ പറ്റും. അപ്പോൾ ഈ ഓൾട്ടർനേറ്റ് ചെയ്യുന്ന സാധനത്തിനെ ഏതിലേക്ക് കൊണ്ടുവരാൻ പറ്റും? ഡയറക്റ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതായത് ഓൾട്ടർനേറ്റ് ചെയ്യുന്ന കറണ്ടിനെ ഏത് കറണ്ടിലേക്ക് കൊണ്ടുവരാം? യൂണി ഡയറക്ഷണൽ കറണ്ടിലേക്ക് കൊണ്ടുവരാം വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ കമ്മ്യൂട്ടേറ്റർ ഓർ യുവർ സ്പ്ലിറ്റ് റിംഗ്. ഇതാണ് മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ യുവർ AC ആൻഡ് DC. ഇപ്പോൾ AC മെഷീനും DC മെഷീനും വ്യത്യാസമാണ് ഈ പറഞ്ഞ കമ്മ്യൂട്ടേറ്ററാണ് അവരുടെ പ്രിൻസിപ്പിളിന് വ്യത്യാസമാകുന്നത്. കാരണം അവിടെ AC വോൾട്ടേജും AC കറണ്ടായിരുന്നു ഫിനോമിനെങ്കിൽ ഇവിടെ DC കറണ്ടും DC വോൾട്ടേജ് ആയിരുന്നു. അതിന് പ്രത്യേക കാരണം എന്ന് പറയുന്നത് ഈ കമ്മ്യൂട്ടേറ്ററിന്റെ ഫിനോമിനാണ്. കമ്മ്യൂട്ടേറ്റർ ഇല്ലെങ്കിൽ നമുക്കിത് പോസിബിൾ ആവില്ല. മനസ്സിലായില്ല? അപ്പം ഇവിടെ ചിലപ്പോൾ ചോദിക്കാൻ ഏതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം, നിങ്ങൾക്ക് രണ്ട് മെഷീനുകളുടെ വ്യത്യാസം, ഇതാണ് അതിൻ്റെ വ്യത്യാസം, ഇതാണ് അതിൻ്റെ മെയിൻ കാര്യം. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് അനലൈസ് ചെയ്യാനുള്ള മെയിൻ കാര്യം. സോ ദിസ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് യുവർ DC ജനറേറ്റർ. DC ജനറേറ്ററിൻ്റെ മേജർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന കാര്യം ഇതാണ്. ഓക്കെ, ഇത്രയാണ് നിങ്ങൾക്ക് പഠിക്കാൻ. ഞാൻ പറഞ്ഞേ വളരെ സിമ്പിളാണ്. നമ്മൾ ഫ്ലക്സ് കട്ടിംഗ് ആണ് സംഭവം. ഫ്ലക്സ് കട്ടിങ്ങിൻ്റെ സാധനം നിങ്ങൾക്ക് കാണിച്ചു തന്നു. അതിൻ്റെ കൂട്ടത്തിൽ ജസ്റ്റ് ഒരു കമ്മ്യൂട്ടറിംഗ് സ്പ്ലിറ്ററിംഗ് വെച്ചാൽ നിങ്ങളുടെ പരിപാടി കഴിഞ്ഞു. ഓക്കെ, വളരെ എളുപ്പമുള്ള പ്രിൻസിപ്പിളാണ്. കൺസെപ്റ്റ് ക്ലിയർ ആണ്. ഓക്കെ, ഇനി നമ്മൾ പോകുന്ന കൺസ്ട്രക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ കൺസ്ട്രക്ഷനിലേക്ക് പോകുന്നതിന് മുന്നേ ജസ്റ്റ് കുറച്ച് ബേസിക് നമ്മുടെ മെഷീനുകളുടെ ചെറിയ കുറച്ചൊരു ബേസിക് കാര്യങ്ങൾ പറഞ്ഞുതരാം. ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുത്തോ, ബേസിക്സ് ഹെഡിങ് കൊടുത്താൽ മതി. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇങ്ങനത്തെ മെഷീനുകളൊക്കെ നമ്മളെ ഇലക്ട്രിക്കൽ മെഷീനുകൾ മൊത്തത്തിൽ എന്താണ്, ഒരു റൊട്ടേറ്റിംഗ് മെഷീനുകളാണ്. അല്ല, പ്രത്യേകിച്ച് ഇത് സ്റ്റാറ്റിക് മെഷീൻ ട്രാൻസ്ഫോമർ ആണ്, അത് നമ്മൾ വിട്ടു. റൊട്ടേറ്റിംഗ് മെഷീനുകളിൽ നമുക്കറിയാം രണ്ട് പാർട്ടുണ്ട്. ഏതൊക്കെയാണ്? സ്റ്റേറ്ററും ഉണ്ട്, റോട്ടറും ഉണ്ട്. അവ തമ്മിൽ ഒരു ചെറിയ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? എയർ ഗ്യാപ്പ്. ശരിയല്ലേ? സ്റ്റേറ്റർ മൂവ് ചെയ്യില്ല, അതാണ് നമ്മൾ ഔട്ടർ ഫ്രെയിം ഉണ്ടാവുക. റോട്ടർ മൂവ് ചെയ്യാൻ പറ്റും, ഇന്നർ പാർട്ടായിരിക്കും അല്ലേ. പിന്നെ നമ്മുടെ വൈൻഡിങ്ങിൽ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്ന പാർട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർമേച്ചർ വൈൻഡിങ് എന്ന് പറയുന്നത്. നമ്മൾ ഫ്ലക്സ് ഇൻഡ്യൂസ് ചെയ്യുന്ന പാർട്ടാണ് നമ്മൾ ഫീൽഡ് വൈൻഡിങ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതൊക്കെ നമുക്കറിയാം. അപ്പോൾ DC മെഷീനുകളിലെ ഈ DC ജനറേറ്ററും DC മോട്ടറും ഉണ്ട്. ഈ DC ജനറേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏത് എനർജി ഏത് കൺവേർഷനിലേക്കാണ് പോകുന്നത്? മെക്കാനിക്കൽ എനർജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജി കൺവേർഷനിലേക്കാണ് പോകുന്നത്. എന്താ അതർ കേസ്? DC മോട്ടർ ഏത് എനർജി ഏത് കാര്യത്തിലേക്ക് പോകുന്നത്? ഇലക്ട്രിക്കൽ എനർജിയിൽ നിന്ന് മെക്കാനിക്കൽ എനർജിയിലേക്കാണ് അത് പോകുന്നത്. ക്ലിയർ? അപ്പോൾ അതാണ് നമ്മുടെ ചെറിയ ജനറൽ ഔട്ട്ലൈൻ. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ഇതിൻ്റെ കൺസ്ട്രക്ഷനെ കുറിച്ചാണ്. ഓക്കെ, DC ജനറേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ. അപ്പോൾ DC ജനറേറ്ററിൻ്റെ കൺസ്ട്രക്ഷനിൽ ഞാൻ ചെറുതായിട്ട് ആദ്യം ബ്രീഫ് ചെയ്യാൻ, എന്നിട്ട് വിശദമായിട്ട് നമുക്ക് പാർട്സിലേക്ക് പോവാം. ആദ്യം ജനറലി ഒന്ന് ബ്രീഫ് ചെയ്ത് തരാം.
DC ജനറേറ്ററിന്റെ കൺസ്ട്രക്ഷനിൽ ഇറ്റ് ഈസ് ഹാവിംഗ് മെയിൻലി 3 പാർട്സ്. 3 പാർട്സ് ആണ് ഇതിന്റെ കൺസ്ട്രക്ഷനിലേക്ക് ഉള്ളത്. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് സിസ്റ്റം. ഓക്കെ, നോട്ട് ചെയ്യുക, മാഗ്നറ്റിക് ഫീൽഡ് സിസ്റ്റം. ദെൻ സെക്കൻഡ് വൺ ആർമേച്ചർ. ദെൻ തേർഡ് വൺ കമ്മ്യൂട്ടേറ്റർ ആൻഡ് ബ്രഷ്. കമ്മ്യൂട്ടേറ്റർ ആൻഡ് ബ്രഷ്. ഇതിലെ ഈ മാഗ്നറ്റിക് ഫീൽഡ് സിസ്റ്റമാണ് നമ്മുടെ സ്റ്റേഷനറി പാർട്ട്. ഓക്കെ, നമ്മുടെ ആർമേച്ചർ ആണ് നമ്മുടെ ഇവിടുത്തെ എന്ത് റൊട്ടേറ്റിംഗ് പാർട്ട്. ക്ലിയർ? അപ്പോൾ റൊട്ടേറ്റിംഗ് പാർട്ടാണ് നമ്മുടെ DC മെഷീനിലെ ആർമേച്ചറും, സ്റ്റേഷനറി പാർട്ടാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് സിസ്റ്റത്തിന്റെ പർപ്പസുകൾ എന്തൊക്കെ? മാഗ്നറ്റിക് ഫീൽഡ് സിസ്റ്റത്തിന്റെ പർപ്പസ് എന്താ? മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഇറ്റ് പ്രൊഡ്യൂസസ് ദ മെയിൻ മാഗ്നറ്റിക് ഫ്ലക്സ്. നമ്മുടെ മെയിൻ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡക്ഷനാണ് നമ്മളുടെ ഈ മാഗ്നറ്റിക് ഫീൽഡ് സിസ്റ്റത്തിന്റെ പരിപാടി. ഈ മാഗ്നറ്റിക് ഫീൽഡ് സിസ്റ്റത്തിന് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഈ മാഗ്നറ്റിക് ഫീൽഡ് സിസ്റ്റത്തിൽ എന്തൊക്കെ പാർട്ടുകളാണ് വരുന്നത് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് വരുന്നത് ഔട്ടർ ഫ്രെയിം അല്ലെങ്കിൽ യോക്ക്, ദെൻ പോൾ കോർസ്, ഓക്കെ, ദെൻ പോൾ ഷൂ മുതലായ കാര്യങ്ങളാണ് വരുന്നത്. ഇതില് ഈ ഔട്ടർ ഫ്രെയിം അല്ലെങ്കിൽ യോക്ക് എന്ന് പറയുന്നത് ഈ ഔട്ടർ ഉള്ള സാധനം നമ്മൾ ഇറ്റ് ഈസ് എ ഹോളോ സിലിണ്ടർ ഓഫ് ഈ മെറ്റീരിയലൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. കാസ്റ്റ് സ്റ്റീൽ അല്ലെങ്കിൽ റോൾഡ് സ്റ്റീൽ മെറ്റീരിയലാണ്. ഓക്കെ, കാസ്റ്റ് സ്റ്റീൽ അല്ലെങ്കിൽ റോൾഡ് സ്റ്റീൽ. ദെൻ ഈ യോക്കിലേക്ക് an even number of pole cores are bolted to the yoke. യോക്കിലേക്ക് ഒരു ഈവൻ നമ്പർ ഓഫ് പോൾ കോർസ് നമ്മൾ ബോൾട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഈ യോക്കിന്റെ പർപ്പസ് എന്താണ് ശരിക്കും? യോക്കിന്റെ പർപ്പസ് എന്ന് പറയുന്നത് it usually supports the pole cores. Okay, pole cores സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് യോക്ക്. അതുപോലെ തന്നെ it acts as a protecting cover. മെഷീൻ്റെ ഒരു പ്രൊട്ടക്റ്റിംഗ് കവർ ഓഫ് ദ മെഷീൻ ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ്. ഓക്കെ, പിന്നെ ഈ പോളുകൾ ഇൻവേർട്സ് ആയിട്ടാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ പോൾസ് പ്രൊജക്ഷൻ ഇൻവേർഡ് ആണ്. അങ്ങനെ അകത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുവാണെങ്കിൽ പോൾസ് ഇൻവേർഡ്സ് നമ്മൾ വിളിക്കുന്നവരാണത് സാലിയന്റ് പോൾസ്. ശരിയല്ലേ? ഓരോ പോൾ കോറിനും ഓരോ പോൾ ഷൂ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഒരു ജനറൽ ഔട്ട്ലൈൻ ഫിഗർ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. നോട്ട് ചെയ്തേക്ക്. നമുക്ക് ജനറൽ ഒരു ഔട്ട്ലൈൻ ഒരു ഫിഗർ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഫിഗർ വേണമെങ്കിൽ ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. ഞാൻ ജനറലി ഉള്ള കാര്യങ്ങൾ പറഞ്ഞു പോവാണ്. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ നോട്ട് ചെയ്യുക, ഈ പറഞ്ഞ ഫിഗറും നോട്ട് ചെയ്യുക. ഇനി ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് ഓരോന്നായിട്ട് എഴുതാം. അപ്പം പോൾ കോർ ആണ് ഞാൻ പറഞ്ഞ പോലെ ഈച്ച് പോൾ core has a pole shoe. Each pole core has a pole shoe having a curved surface. ഒരു curved surface ഉള്ള ഓരോ പോൾ ഷൂവും പോൾ കോറിന് ഓരോ പോൾ ഷൂവും ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾ ആ ഫിഗർ നോട്ട് ചെയ്യാൻ ജസ്റ്റ് ഈ പോയിന്റ്സ് പഠിച്ചാലും മതിയാവും. ഓക്കെ, അപ്പൊ ഈ പോൾ ഷൂവിന്റെ പർപ്പസ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. പോൾ ഷൂ ഹാസ് 2 purposes. It supports the field coils. Field coils ഇവ സപ്പോർട്ട് ചെയ്യും. Then second one, it increases
the cross sectional area. It increases the cross sectional area of magnetic circuit. Magnetic circuit ന്റെ cross sectional area increase ചെയ്യും. And it also reduces the reluctance. Reluctance കുറക്കാനും ഇവ സഹായിക്കും. Also reduces the reluctance. Okay. Then ഈ pole cores are made of sheet steel laminations that are insulated from each other. Sheet steel laminations that are insulated from each other. ഇതിങ്ങനെ ഇൻസുലേറ്റ് ചെയ്യുന്നത് എന്തിനാണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇത് ഇൻസുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ത് കുറയ്ക്കാനാണ്? എഡ്ഡി കറണ്ട് ലോസസ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ. ദെൻ ഓരോ പോൾ കോറിലും അല്ലെങ്കിൽ ഓരോ എവിടെയെങ്കിലും ആ പോൾ ഷൂ ഒക്കെ കൃത്യമായിട്ട് അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ പോൾ കോറിലും ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ ഫീൽഡ് കോയിൽ അല്ലെങ്കിൽ വൈൻഡിങ്ങുകൾ അതിൻ്റെ മേലെ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? വെച്ചിട്ടുണ്ടാവും. ഓക്കെ. ഇതാ ഇവിടെ കാണുന്നില്ലേ നിങ്ങൾ? ഇതാ ഓരോ വൈൻഡിങ്ങുകൾ കണ്ട, ഓരോ വൈൻഡിങ്ങുകൾ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ. ജസ്റ്റ് എഴുതി വെക്കുക. ഈച്ച് പോൾ കോർ ജസ്റ്റ് നിങ്ങൾ പോയിന്റ്സ് ആയിട്ട് പോലെ പഠിച്ചാൽ മതിയാവും. വേറൊന്നും ഇതിൽ അങ്ങനെ ചോദിക്കാതെ ജസ്റ്റ് തിയറി മാത്രമേ ഉള്ളൂ കേട്ടോ. ആ പ്രിൻസിപ്പിൾ നിങ്ങൾ അറിഞ്ഞെടുത്താൽ മതി. ഇതിൻ്റെയൊക്കെ ജസ്റ്റ് നമുക്ക് തിയറി മാത്രമേ നോക്കാനുള്ളൂ. അപ്പം ഈച്ച് പോൾ കോർ ഹാസ് 1 or more ഫീൽഡ് കോയിൽസ്. ഓക്കെ. ഒന്നോ അല്ല അതിലധികമോ ഫീൽഡ് കോയിൽസ് ഉണ്ട്. ഫീൽഡ് കോയിൽസ് ആണ് നമ്മൾ വൈൻഡിങ്ങുകൾ എന്ന് പറയുന്നത്. ഓക്കെ. വൈൻഡിങ്സ് that are placed over it to produce. എന്തിനാണ്? to produce magnetic field. മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രൊഡക്ഷന് വേണ്ടിയാണ് നമ്മൾ അത് എന്ത് ചെയ്യുന്നത്? അവിടെ ആ പോൾ കോറിനെ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ഫീൽഡ് കോയിലുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്ലേസ് ചെയ്യുന്നത്. ഈ ഫീൽഡ് കോയിലുകളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഇതാണ് ശരിക്കും എക്സൈറ്റിംഗ് കോയിൽസ് കേട്ടോ. അതുകൊണ്ട് നോട്ട്, ഈ ഫീൽഡ് കോയിൽസ് അല്ലെങ്കിൽ എക്സൈറ്റിംഗ് കോയിൽസ് ആണത്. ഇത് നമ്മൾ ഓരോന്നും അല്ലെങ്കിൽ ഓരോ കോളുകളെ അറ്റാച്ച് ചെയ്യുന്നത് സീരീസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അറ്റാച്ച് ചെയ്യുന്നത്. എന്നാലും മാത്രമേ ഓൾട്ടർനേറ്റ് നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് നമുക്ക് എന്ത് ചെയ്യുന്നത്? പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ അതാണ് നമുക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ട് ഉള്ളത്. ഇനി നമുക്ക് ആ പാർട്സിന്റെ ഡിസ്കഷനിലേക്ക് നമുക്ക് ക്ലിയർ ആയിട്ട് പോകാം. ഇപ്പോൾ ഞാൻ ജനറലി ഒരു ഔട്ട്ലൈൻ തന്നതാണ്. ഇതുപോലെ ഫീൽഡ് കോയിൽസും പറയാനുണ്ട്. ഞാൻ ജസ്റ്റ് ഓരോ പാർട്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അനലൈസ് ചെയ്യാം. അപ്പോൾ അതിൽ ആദ്യത്തെ പാർട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് 3ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. അതിൽ ഈ പറഞ്ഞ യോക്കിനെയും സാധനങ്ങളെയും നമുക്ക് ഒന്നും കൂടി ഒന്ന് ക്ലാസിഫൈ ചെയ്ത് ഡിവൈഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് കുറച്ചും കൂടി ഫങ്ഷൻസ് അതിൽ നോട്ട് ചെയ്യാനുണ്ട്. ഓക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ മൊത്തം പാർട്സ് നമ്മൾ 8ആയി ഡിവൈഡ് ചെയ്യാം. ഓക്കെ. ഞാൻ ഈ പറഞ്ഞ മൊത്തം പാർട്സ് നമ്മൾ ജനറലി നേരത്തെ ഒരു ഔട്ട്ലൈൻ തരാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ജനറലി നമുക്ക് 8 പാർട്ടായി ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്രെയിം അല്ലെങ്കിൽ യോക്ക്. ദെൻ രണ്ടാമത്തത് പോൾ കോർസ് ആൻഡ് പോൾ ഷൂസ്. അതിനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ മൂന്നാമത്തത് പോൾ കോയിൽസ് ഓർ ഫീൽഡ് കോയിൽസ്. ദെൻ നാലാമത്തത് ആർമേച്ചർ കോർ. ദെൻ അഞ്ചാമത്തത് ആർമേച്ചർ വൈൻഡിങ്സ് ഓർ കണ്ടക്ടേഴ്സ്. ദെൻ ആറാമത്തത് കമ്മ്യൂട്ടേറ്റർ. ദെൻ ഏഴാമത്തത് ബ്രഷസ് ആൻഡ് ബിയറിങ്സ്. ഓക്കെ. ഇത്രയും 7 പാർട്ടുകളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഈ പറഞ്ഞ കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? നോക്കാനുള്ളത്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഫങ്ഷനും ഇതിൻ്റെ ഓരോന്നിൻ്റെയും നമുക്ക് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? നോട്ട് ചെയ്യാൻ. ഒരു ഫങ്ഷന് മാത്രമേ കാര്യമായിട്ട് നോട്ട് ചെയ്യാനുള്ളൂ. അപ്പോൾ ഓരോ പോയിന്റ്സിൻ്റെയും വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ 7 പാർട്സിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോട്ട് ചെയ്യാനുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് EMF ഇക്വേഷനും മറ്റുള്ള കാര്യങ്ങളും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ.
അപ്പോൾ എന്തായാലും ആ കൺസ്ട്രക്ഷൻസ് നമുക്ക് ജസ്റ്റ് ഈ വീഡിയോയിൽ ഇത്രയും പാർട്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് കൺസ്ട്രക്ഷൻ്റെ അടുത്ത പാർട്ട് എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോരോ പോയിന്റുകൾ എടുത്ത് നമുക്ക് കൃത്യമായിട്ട് അതിൽ ചോദിക്കുന്ന ചോദ്യങ്ങളടക്കം പറഞ്ഞു തന്ന് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ടുള്ള അനാലിസിസ് നമുക്ക് എന്ത് ചെയ്യാം അതിൽ നടത്താം. ഓക്കെ, ഇറ്റ് വിൽ ബി ബെറ്റർ. സോ നമുക്ക് ഈ പ്രിൻസിപ്പളും ഈ കൺസ്ട്രക്ഷൻ്റെ ബേസിക് കാര്യങ്ങൾ നമുക്ക് ഇതിൽ വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ കൺസ്ട്രക്ഷൻ്റെ ഓരോ പാർട്സ് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം. Okay then, see you in the next video. Okay then, thank you.